ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പാളികൾ ഇളക്കി പരിശോധിക്കും. പാളികൾ പരിശോധിക്കാൻ തന്ത്രി വഴി ദേവസ്വം ബോർഡ് അനുമതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരിക്കും SITയുടെ ശാസ്ത്രീയ പരിശോധന നടത്തുക. ഹരിമോഹനാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി ചേരുന്നത്. ഹരിമോഹൻ, നിർണായകമായ പരിശോധന ഇതാ സന്നിധാനത്ത് നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. എന്തൊക്കെയാകും പരിശോധിക്കുക? ഇതിൽ ദ്വാരപാലക പാളികൾ ഇളക്കി തന്നെ പരിശോധിക്കുന്നുണ്ടോ? മറ്റ് കട്ടിളപ്പാളി ഉൾപ്പെടെയുള്ളവയും പരിശോധിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? വിനീത, പൂർണ്ണമായിട്ടും അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു, ഈ പാളികൾ ഇളക്കി മാറ്റുന്നതിൽ ചില ആചാരപരമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അത് ഇളക്കി മാറ്റി പരിശോധിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അതിന് അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അതായത് തന്ത്രിക്ക് ആണ് അനുമതി നൽകിയിട്ടുള്ളത്. അതിന് ചില ചടങ്ങുകൾ ബാക്കിയുണ്ട്. ആ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം, അതായത് നട അടച്ചു കഴിഞ്ഞ ശേഷം ഇത്തരത്തിൽ പരിശോധന നടത്താൻ കഴിയും, ശാസ്ത്രീയ പരിശോധന നടത്താൻ കഴിയും എന്നുള്ളതാണ് അനുമതിയിൽ പറയുന്നത്. തന്ത്രി ദേവസ്വം ബോർഡിന് അനുമതി നൽകിക്കൊണ്ടുള്ള കത്ത് കൊടുക്കുകയും ദേവസ്വം ബോർഡ് SITക്ക് കൈമാറുകയും ചെയ്തു. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം SITയുടെ സംഘം സന്നിധാനത്ത് എത്തിക്കൊണ്ട് ശാസ്ത്രീയ പരിശോധന നടത്തുമെന്നുള്ളതാണ് അറിയുന്നത്. അതായത് എല്ലാ ഉൾപ്പെടികളും പരിശോധിക്കാനാണ് ഇപ്പോൾ SITയുടെ തീരുമാനം. ഏറ്റവും പ്രധാനമായിട്ടും അഴിച്ചെടുത്ത്, അതായത് ഇളക്കിയെടുത്ത് പരിശോധിക്കുന്നത് ദ്വാരപാലക പാളികളാണ്. അതായത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ട സ്വർണം കവർച്ച ചെയ്തിട്ടുള്ള ദ്വാരപാലക പാളികൾ, ആ പാളികളാണ് ഇളക്കിയെടുത്ത് പരിശോധിക്കുന്നത്. മറ്റൊന്ന് കട്ടിളപ്പാളികൾ കൂടി പരിശോധിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അത് കൂടാതെ തന്നെ 1998 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ സന്നിധാനത്തെ എല്ലാ ഉരുപ്പടികൾ പരിശോധിക്കാനാണ് SITയുടെ തീരുമാനം. ഇത് ഒറ്റ ദിവസം കൊണ്ട് ഈ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാകില്ല. അതിന് സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധനയായിരിക്കും അതിനുണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ചില സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് SIT നാളെ തന്നെ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് പോകും എന്നുള്ളത് കൂടിയാണ് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം നഷ്ടപ്പെട്ട സ്വർണം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക, ഒപ്പം തന്നെ ഈ വെച്ചിട്ടുള്ള പാളികൾ, ആ പാളികൾ എന്തെങ്കിലും തരത്തിലുള്ള ഡ്യൂപ്ലിക്കേഷൻ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക ഈ പരിശോധന പൂർത്തിയാകുമ്പോൾ മാത്രമായിരിക്കും. ഇങ്ങനെ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്ന് നേരത്തെ ഹൈക്കോടതിയും SITയോട് നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇതിനുള്ള അനുമതി ദേവസ്വം ബോർഡിനോട് തേടുകയും ദേവസ്വം ബോർഡ് പിന്നീട് തന്ത്രിയോട് അനുമതി തേടുകയും ചെയ്തത്. തന്ത്രിയുടെ മറുപടിയിൽ പറയുന്നത്, ഇത് അന്നത്തെ ദിവസം നട അടച്ചു കഴിഞ്ഞ ശേഷം ചില പൂജകൾ, ചടങ്ങുകളൊക്കെ തന്നെ ചെയ്യാനുണ്ട്. അത് ചെയ്ത ശേഷം പാളികൾ ഇളക്കിയെടുക്കാം, പരിശോധന നടത്താം എന്ന് തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ല എന്ന് കൂടി തന്ത്രി പറയുന്നുണ്ട്. 2 ദിവസം മുമ്പാണ് ഇത്തരത്തിലൊരു അനുമതിക്ക് വേണ്ടി SIT ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പരിശോധന നടക്കുന്ന സമയത്ത് SITയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥർ, ഇവർ മാത്രമേ അവിടെ ഉണ്ടാകൂ എന്നുള്ളത് കൂടിയാണ് അറിയുന്നത്. എങ്ങനെയാണ് ശാസ്ത്രീയ പരിശോധന എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷേ സാമ്പിളുകൾ അടക്കം ശേഖരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഈ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത്, ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ദ്വാരപാലക പാളികൾ, അതിന്റെ പകർപ്പാണോ, അതായത് പാളികളുടെ പകർപ്പാണോ അതെയോ അന്ന് കൈമാറിയിട്ടുള്ള പാളികൾ തന്നെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഈ പരിശോധനയിൽ വരും എന്നുള്ളതാണ് നിലവിൽ SIT പ്രതീക്ഷിക്കുന്നത്. അതായത് ഹരി, സംശയമുള്ള അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ ആരോപണം ഉയർന്ന സന്നിധാനത്തെ എല്ലാ വസ്തുക്കളും, എല്ലാ ഉരുപ്പടികളും പരിശോധിക്കുന്നു എന്നതാണ് ഇതിലെ നിർണായകം. ഇതുവരെ കണ്ടെത്തിയത് അതിനപ്പുറമുള്ള എന്തെങ്കിലും ഉണ്ടോ, ഇതിന്റെ തൂക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതിലെന്തെങ്കിലും മറ്റു തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ, അതായത് ഇതിന്റെ ഒരു പകർപ്പാണോ വെച്ചിരിക്കുന്നത് എന്നതൊക്കെയുള്ള പരിശോധന അത് നിർണായകമാണ്. ദ്വാരപാലക പാളികൾ, കട്ടിളപ്പാളികൾ, 1998 സ്വർണം പൊതിഞ്ഞ ഉരുപ്പടികൾ, ഇതെല്ലാം പരിശോധിക്കപ്പെടുകയാണ്. അതെ വിനീത, തീർച്ചയായിട്ടും. അതായത് എല്ലാ ഉരുപ്പടികളും 1998 വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞിട്ടുള്ള ശബരിമലയിലെ എല്ലാ ഉരുപ്പടികളും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ദ്വാരപാലക പാളികൾ ഉണ്ടാവും, കട്ടിളപ്പാളി ഉണ്ടാകും, ഒപ്പം ശ്രീകോവിലിന്റെ വാതിൽ ഉണ്ടാകും. ഇത്തരത്തിൽ എല്ലാ പൊതിഞ്ഞിട്ടുള്ള സന്നിധാനത്തെ എല്ലാ ഉരുപ്പടികളും ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാകും. അതായത് വാതിലടക്കമുള്ള ഉരുപ്പടികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്കായി പല ഘട്ടങ്ങളിലായി വിടുകയുണ്ടായി. അതിൽ 2 കേസുകളിൽ 2 ദ്വാരപാലക പാളിയിലും കട്ടിളപ്പാളിയിലും മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് മാത്രമാണ് അതിനകത്തെ പ്രത്യേകത. പക്ഷേ ഉരുപ്പടികളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അതിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ വാതിലിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ ഹൈക്കോടതി ഇടപെടലും നടത്തിയിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേക ഹർജിയായിക്കൊണ്ട് സ്വമേധയാ കേസെടുത്തുകൊണ്ട് അത് പരിഗണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന എല്ലാ ഉരുപ്പടികളുടെയും പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അനുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന
ദ്വാരപാലക പാളികളിലെയും ഈ കട്ടിളപ്പാളിയിലെയും സ്വർണം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്വേഷണം കൂടുതൽ നീളും തോറും അതിൽ കുറച്ചുകൂടി വ്യക്തത വരുന്നു. അതായത് കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നൊക്കെയുള്ള സംശയങ്ങൾ SIT ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഉരുപ്പടികളിലും വിശദമായ പരിശോധന തന്നെ നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിൽ SIT എത്തിച്ചേർന്നിരിക്കുന്നത്. അതിലെന്തായാലും ഒരൊറ്റ ദിവസം കൊണ്ട് ആ പരിശോധന പൂർത്തീകരിക്കില്ല. അതിന് കൂടുതൽ ദിവസങ്ങൾ വേണ്ടിവരും, കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കേണ്ടി വരും. അതിനെന്തായാലും SIT നാളത്തോടുകൂടി സജ്ജമാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പരിശോധന പൂർത്തിയാകുന്നതോടുകൂടി എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എത്രത്തോളം കൃത്രിമം അവിടെ നടന്നിട്ടുണ്ടെന്നോ എത്രത്തോളം പകർപ്പുകളാണ് അവിടെ ഉള്ളതെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ SIT പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. അതായത് ശാസ്ത്രീയ പരിശോധന പൂർത്തിയായി കഴിഞ്ഞ ശേഷമായിരിക്കും കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്കൊക്കെ തന്നെ SIT കടക്കാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെയാണ് SIT ഇപ്പോൾ കൂടുതൽ സമയം ഈ അന്വേഷണത്തിന് വേണം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അടുത്ത ദിവസം സമീപിക്കുകയും 1 മാസത്തെ സമയം കൂടി അധികമായി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ഈ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെയായിരിക്കും അധിക സമയം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷ കൂടി സമർപ്പിക്കുക. അത് കോടതി അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും ഈ അന്വേഷണത്തിൽ കൂടുതൽ സാധ്യതകൾ അല്ലെങ്കിൽ കൂടുതൽ വിശാലമായി തന്നെ അന്വേഷണം പോകേണ്ടതുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഈ പരിശോധന അല്ലെങ്കിൽ ഈ പറയുന്ന സമയം കൂടുതൽ ആവശ്യപ്പെടുക. അത് ഈ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ അടക്കം SIT കോടതിയെ ധരിപ്പിക്കും. അപ്പോൾ ഒരുപക്ഷെ കോടതിക്ക് അത് ബോധ്യപ്പെട്ടാൽ സമയം കൂടുതൽ അനുവദിക്കുകയും ചെയ്യും. എന്തായാലും 6 ആഴ്ചത്തെ സമയമാണ്. അത് ഏറെക്കുറെ തീരാറായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അധിക സമയം ആവശ്യപ്പെടുന്നത്. എന്തായാലും പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും അതിൽ കൂടുതൽ, അതായത് നേരത്തെ ഹൈക്കോടതി നിരീക്ഷിച്ചതൊക്കെ പോലെ തന്നെ വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള മോഷണം, കവർച്ച, കൊള്ള ഒക്കെ തന്നെ ശബരിമലയെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും പരിശോധന തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കും. വിനീത, ശരി. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് വാർത്തയാണ്, റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയാണ് ഹരിമോഹൻ പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പാളികൾ ഇളക്കി പരിശോധിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു എന്നതാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ക്രമക്കേടുകൾ നടത്തി എന്നതിന്റെ വിശദമായ ഒരു പരിശോധന, ഫോറൻസിക് പരിശോധന, അത് കേസ് അന്വേഷണത്തിൽ നിർണായകമാണ്.